അത് ഒരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുപോലെ നല്ല വാക്കുകൾ ഉപയോഗിക്കുക. വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോഴും പാട്ട് എഴുതുമ്പോഴും പാടുമ്പോഴും ഒക്കെ നല്ല വാക്കുകൾ ഉണ്ടാക്കണമെന്നാണ്. ഇപ്പോൾ ഞാൻ എഴുതുമ്പോൾ ദുഃഖകാലങ്ങൾ പോലും നിങ്ങൾ ശാപവാക്കുകൾ പറഞ്ഞിട്ടാണ് ഒറ്റപ്പാടുന്നത്. ഇപ്പോൾ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു. അതുപോലെ ഒരു ശാപവാക്ക് എവിടെയില്ല, ദുഃഖമാണ്. പക്ഷേ പ്രണയപരാജയമായിരിക്കാം. പക്ഷേ പ്രണയിക്കുന്നവളെയും പറഞ്ഞിട്ടില്ല, ഞാൻ പ്രണയിക്കുന്ന പുരുഷനെയും പറഞ്ഞിട്ടില്ല. അതുപോലെ അതിൻ്റെ ചരണമൊക്കെ ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതിൻ്റെ ശോകം. ഇത് എഴുതുമ്പോൾ തന്നെ അതിനകത്ത് അറാൻ പറ്റുന്ന ഒറ്റ വാക്കുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എൻ്റെ പാട്ടുകളിൽ എവിടെയും അറാൻ പറ്റുന്ന വാക്കുകളില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ സുഹൃത്ത് മനോഹരമായിട്ട് എഴുതുന്ന എൻ്റെ ഭഗവാനെ പറ്റിയൊക്കെ എഴുതില്ല, ഗിരീഷ് പൃഥ്വിയുടെ പാട്ട് അതിമനോഹരമാണ്. ഇന്ന് ചിത്രം കണ്ടപ്പോൾ ചിത്രം പാടിയിട്ടുള്ള ആ കടപ്പിൻ്റെ മുകളിലത്തെ ഒരു പൂവായിട്ടെങ്കിലും എൻ്റെ ഭഗവാന്റെ തൃപ്പാദത്തിൽ വീണാമയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഗിരീഷ് സൂര്യകിരീടം വീണോടൊന്നും എഴുതി. ഞാൻ അവനോടൊന്നേ പറഞ്ഞു, അത് പറയാൻ പാടില്ല. നെഞ്ചിലെ വലംപിരി ശക്കിലെ തീർത്ഥമെല്ലാം മറന്നുപോയി എന്ന് എഴുതി എൻ്റെ മകൻ. അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എഴുതിപ്പോയി. അത് അദ്ദേഹത്തിന് ഒരു ദോഷമായിട്ട് വന്നു. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. കാരണം സൂര്യകിരീടം അത്ര പെട്ടെന്ന് ആ മോൻ്റെ സൂര്യകിരീടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഭഗവാൻ കൊടുത്ത കിരീടം എന്തിന് തകരണം? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വാക്കുകൾ കുഞ്ഞുങ്ങളോട് പറയുന്ന പോലും ഒരിക്കലും ശാപവാക്കുകൾ പറയരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വാക്കുകൾ. അപ്പോൾ എൻ്റെ ഒരു വലിയമ്മ പറയാനുണ്ട്, എന്നെ ദേഷ്യപ്പെടുമ്പോഴൊക്കെ കുരങ്ങുണ്ടി രാമൻ എന്ന് പറയും. കുരങ്ങുണ്ടി രാമൻ ഒരു സാധനം രാമനുണ്ട്, കുരങ്ങാന്ന് വിളിക്കില്ല. ഒരു നല്ല വാക്കുകൾ അവസാനം. അത്തരം നല്ല വാക്കുകളുടെ ഒരു ഘോഷയാത്രയായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവൻ തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ പാടാതായിരിക്കണം. സ്നേഹമാണ് നമ്മുടെ വാക്കുകൾ. സ്നേഹിക്കുന്ന വാക്കുകളായിരിക്കണം, നന്മയുള്ള സന്ദേശങ്ങളായിരിക്കണം. ദാസനം പോലെ അതിമനോഹരമായിരിക്കണം, അതിസുന്ദരമായിരിക്കണം. എവിടെയും അവസരങ്ങൾ വരാൻ ഏറ്റവും എളുപ്പമാണെങ്കിലും അവസരങ്ങൾ വരാതെ നമുക്ക് കേട്ടാൽ അതിമധുരമാണ് ദാസനം. നമ്മുടെ ഈ ഇവിടെ ആദ്യം മെസ്സേജ് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നു ഞാനിവിടെ അന്ന് നിർമ്മാണം തൊഴാൻ വന്നിട്ടുള്ള കാലത്ത് അദ്ദേഹം നാച്ചറക്കാരനാണ്. ഇവിടുത്തെ അടിയന്തരക്കാരനായിരുന്നു എൻ്റെ ഓർമ്മ. ഞാൻ അദ്ദേഹത്തിൻ്റെ വായന മനോഹരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് ആ കാലത്ത്. അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ എത്രയോ പറയാനുണ്ട്, എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ, സ്നേഹമുള്ള കാര്യങ്ങൾ.